ഹായ്, വെൽക്കം ബാക്ക് ടു ഐൻ്റെ കിച്ചൺ. ഇതൊക്കെയല്ലേ അപ്പോൾ ബിരിയാണിക്കൊപ്പം വിളമ്പാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ സ്വീറ്റ് കഴിച്ച എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറയുക മാത്രമല്ല, ഇതിൻ്റെ റെസിപ്പി പേഴ്സണലായിട്ട് എന്നോട് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്കൊരു പാന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉരുകിയ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ സ്വീറ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഞാൻ 1/2 കിലോയിൽ കുറച്ച് കൂടുതലായിട്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിൽ 2.25 കപ്പ് തക്കാളിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയിൽ നിന്ന് വെള്ളം ഇതുപോലെ വരുമ്പോൾ അടച്ചു വെച്ചിട്ട് തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വീണ്ടും അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ തക്കാളിയാണ് ചേർത്തത് എന്ന് അറിയാൻ പാടില്ല കേട്ടോ, അത്രയും നമ്മളിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. ഇതിപ്പോൾ തക്കാളി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 8 ഡേറ്റ്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കമ്പൈൻ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. 8 അല്ലെങ്കിൽ 10 ഡേറ്റ്സ് മാത്രം ചേർത്താൽ മതി, അതിൽ കൂടുതൽ ചേർക്കരുത് കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്നിട്ട് വേണമെങ്കിൽ 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് കരുതിയതാണ്. 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ തക്കാളി നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തക്കാളി വേവിക്കുമ്പോൾ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുത്താലും മതി കേട്ടോ. നമ്മുടെ ഈ ഒരു സ്വീറ്റിൻ്റെ കൺസിസ്റ്റൻസി നല്ല ലൂസായിട്ടുണ്ടാവണം. തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് തിക്കാവും കേട്ടോ. അഥവാ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നന്നായിട്ട് തിക്കായാൽ ഒരു പാത്രത്തിൽ അല്പം വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മിഠായി ഉണ്ടല്ലോ, ആ തിളച്ച വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിതിലോട്ടുള്ള വറവിട്ട് കൊടുക്കാം. ഒരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒരല്പം കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി ഇതിലോട്ട് ആദ്യം അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് ഞാനിതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ഏകദേശം പാകമായി വരുമ്പോൾ ഞാൻ ഇതിലോട്ട് തന്നെ ഉണക്കമുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് കുക്കുംബറിൻ്റെ സീഡോ പംകിൻ സീഡോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഞാനിതിവിടെ പംകിൻ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തക്കാളി മിഠായിലോട്ട് ഇതുപോലെ നെയ്യോട് കൂടിയിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത 4-5 ടേബിൾ സ്പൂൺ നെയ്യ് മുഴുവൻ ഈ മിഠായിലോട്ട് ആവണം കേട്ടോ. നെയ്യ് ഇതിലുണ്ടാവണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ സമയത്തൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ടേസ്റ്റി തക്കാളി മിഠായി റെഡി ആയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ കളറോ ഫ്ലേവറോ ഒന്നും ചേർക്കാത്ത നല്ലൊരു സ്വീറ്റാണിത്. ചപ്പാത്തി, ബ്രെഡ് അങ്ങനെ എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും കഴിക്കാം. പക്ഷേ ബെസ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ബിരിയാണിക്കൊപ്പമാണ്. നിങ്ങൾ ഏത് തരം ബിരിയാണി ഉണ്ടാക്കിയാലും ഇതുപോലെ തക്കാളി മിഠായി ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കൂ, വളരെ ടേസ്റ്റിയാണ്. മധുരവും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം കൂടുതലോ കുറവോ എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ വളരെ കുറഞ്ഞ ചിലവിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. ഇപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സ്റ്റോർ ചെയ്തോളൂ.
തീർച്ചയായും ഈ ഈദിന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക്